SDPക്കാരാൽ കൊല്ലപ്പെട്ട ഒരു രക്തസാക്ഷിയുള്ള പാർട്ടി, ആ പാർട്ടി ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുകയല്ല, അവരുടെ നേതാക്കന്മാരെ തങ്ങളുടെ സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പ് നിർത്തുകയാണ്. സുഹൃത്ത് ആലോചിച്ചു എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും CPMന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞ് ഈ വിഷയത്തിൽ ഒലിച്ചു പോകാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എവിടെയെങ്കിലും കുറെ സീറ്റുകൾ, ഒരു 10-30 സീറ്റുകൾ എവിടെയെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന് മാത്രം നമ്മൾ വിചാരിക്കുക. SDPIയുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ബന്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. മങ്കടയിൽ CPM ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയാണ്. അയാൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം അയാളെ പിൻവലിച്ചിട്ട് ഒരു SDPക്കാരനെ മത്സരിപ്പിക്കുന്നു. എന്നിട്ട് ഈ നാണമില്ലാത്ത CPMന്റെ നേതാക്കന്മാർ, ഉളുപ്പില്ലാത്ത CPMന്റെ നേതാക്കന്മാർ അതിനെ വന്ന് അളിഞ്ഞ് ന്യായീകരിക്കുകയാണ്.